നല്ലവരോടുകൂടെ ഇവിടെ ജീവിക്കാനും നല്ലവരോടുകൂടെ മരിച്ചു കിടക്കാനുള്ള ഭാഗ്യത്തിന് ചോദിച്ചോളി അള്ളാഹുവിനോട്. മുത്തനബിയോട് ചോദിച്ചു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ മരിച്ചു പോകുമ്പോ നമ്മുടെ അയൽക്കത്തുള്ള ആളുകൾ മോശക്കാരാണെങ്കിൽ അത് നമുക്ക് ബാധിക്കൂ നബിയെ, പ്രശ്നമാവോ? നമ്മുടെ തൊട്ടടുത്ത് മറവ് ചെയ്യപ്പെട്ട ആള് വലിയ പലിശ ബിസിനസ്സുകാരനാണ്, ഉദാഹരണം പറയാം, അല്ലെങ്കിൽ കള്ള് ബിസിനസ്സുകാരനായിരുന്നു, നിസ്കരിക്കാൻ നടന്ന മനുഷ്യനായിരുന്നു. അങ്ങനത്തെ ഒരാളുടെ അടുത്ത് ഖബർ കിട്ടിയാൽ എന്താവും, പ്രയാസാവോ? നമ്മുടെ അയൽപക്കം ഖബറിന്റെ വിഷയത്തിൽ പ്രശ്നമാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ ചോദിച്ചു, റഅയ്ത, നിങ്ങൾ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അയൽപക്കം നന്നായാൽ മെച്ചവും അയൽപക്കം മോശമായാൽ കുഴപ്പമുണ്ടോ? ഉണ്ട് നബി. എന്നാൽ ഖബറിൽ ഉമ്മത് അങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഇത് അള്ളാഹു തരുന്നൊരു വിഷയമാണ്. കാരണം ഖബർ ഇങ്ങനെ മറ്റും വരട്ടെ, ഇവിടെ മറവ് എന്ന് പറഞ്ഞ സ്പേസ് വിടൂല. ഖബർ അടുത്താൾ വരുമ്പോ അടുത്താൾ വരുമ്പോ അവിടെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ഒരു സ്വാലിഹായി കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. അവിടത്തേക്കൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത് വരുമ്പോൾ അതിന്റെ ചില പൊട്ടും പൊടിയൊക്കെ നമുക്കും കിട്ടുന്നതാണ്. അള്ളാഹു താല അങ്ങനെ സുഹ്ബത്ത് ഈ ലോകത്തും നാളെ പരലോകത്തും ഖബറിലും റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ശംസുൽ ഉലമയുടെ ലോകം എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ സെമിനാർ ഈ മാസം 30-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച, അത് 22-ാം തീയതി ഇഷാഇന് ശേഷം ഇവിടെ ഇസ്ലാമിക് സെന്ററിലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ലോകം എന്ന് പറഞ്ഞ ആ ഒരു പ്രമേയത്തിൽ ഇവിടെയും ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. വിശിഷ്ടരായ വ്യക്തികൾ, പ്രഭാഷകന്മാരൊക്കെ ആ വിഷയത്തിൽ ഒരു മഹാനായ ശംസുൽ ഉലമ ആരായിരുന്നു എന്ന് കൃത്യമായി നമുക്കൊന്ന് അറിയൽ ആവശ്യമാണ്. കാരണം നമ്മളത് അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ആധുനിക കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ ഉലമായിൽ വലിയ വിലായത്തിന്റെ മർത്തബയെത്തിയ എന്നൊക്കെ പറയുന്ന തരത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുമായൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്ന അവരുടെ ഹാദിമായ ഒരു ഉസ്താദിനെ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കണ്ടു. ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. വലിയ അത്ഭുതപ്പെടുത്തുന്ന ചില അനുഭവങ്ങളൊക്കെ മഹാനായ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ടവർ അവരുടെ മുൻകഴിഞ്ഞ മഹത്തുക്കളായ ആളുകളുമായി ഡയറക്റ്റ് സംസാരിക്കുകയും വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ അടക്കം വലിയ കറാമത്തുകളൊക്കെ ഉള്ള വലിയ മഹാനാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ശരിക്കും മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ്. ആ പരിപാടിയിലേക്ക് എല്ലാവർക്കും ക്ഷണമുണ്ട്. അള്ളാഹു താല അത് വിജയിപ്പിക്കട്ടെ. ആമീൻ. നമ്മുടെ പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഒരു ജുമുഅത്ത് പള്ളിയും അതിനോടനുബന്ധമായിട്ടുള്ള ദീനീ സ്ഥാപനങ്ങളുടെയൊക്കെ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ വളരെ പ്രിയപ്പെട്ട പണ്ഡിതൻ മഹാനായ ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് ഒരു ഷറഫുദ്ദീൻ ഹുദവി ഇവിടെ വന്നില്ലേ? നമ്മുടെ ആന്ധ്രയിലും ബംഗാളിലൊക്കെ ഉള്ള ആ ക്ലാസ് എടുത്ത അവരെ ഉപ്പ കൂടിയാണ്. അപ്പോ മുഹമ്മദ് റുഫി ആനമങ്ങാട് അവരുടെ മോനാണ്, ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് അവരുടെ മോനാണ്. അങ്ങനത്തെ 2 മഹത്തുക്കളായ മക്കളെ കിട്ടിയ വലിയ ഭാഗ്യം ചെന്ന ഒരു പണ്ഡിതനാണ്, ഉപ്പയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകൾ ആനമങ്ങാട്. ബഹുമാനപ്പെട്ടവരും ഇവിടെ കൂടെ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ എന്തെങ്കിലും സഹായം നിങ്ങൾ അറിയുന്ന രീതി നിങ്ങളുമായി ബന്ധപ്പെട്ട അറബികളോ അല്ലാത്തവരായ ആളുകൾ അത്തരം വിഷയങ്ങൾ സഹായിക്കാൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ ആ വിഷയം നമ്മുടെ ഡെസ്കിനെ അറിയിക്കണം എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ അൽഹംദുലില്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ 1-2 സ്പീച്ചസ് ഓഫ് അഡ്മിൻ ഡെസ്കിൽ നിന്ന് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന 1-2 ചോദ്യങ്ങളുണ്ട്, 2-3 ചോദ്യങ്ങളുണ്ട്. അപ്പോ തിരിയുന്നില്ലല്ലോ പോലത്തെ മെസ്സേജ് വരികയും പിന്നെ ഒരാൾ ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ ചില കാര്യങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോഴേ ഇതിങ്ങൾ 100 അയച്ചു കൊടുത്താൽ ഇത്ര കൂലി ഉണ്ടെന്നും ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപകടം സംഭവിക്കുന്നൊക്കെ വെറുതെ പേടിപ്പിക്കുകയാണ്. അതൊന്നും ചെയ്യാം. പക്ഷേ 100 എത്തിച്ചു കൊടുത്ത ഒരു കൊല്ല കാര്യം ഉണ്ടാവും ചിലപ്പോ. അപ്പോ പിന്നെ ഭാര്യയുടെ പേരിന്റെ പിറകിൽ ഭർത്താവിന്റെ പേര് ചേർക്കാൻ പറ്റുമോ ഇല്ലേ? നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയമാണത്. ചേർക്കുന്നത് തെറ്റോ ശറയിൽ ഹറാമോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഹറാമാണെന്നും പറയാൻ പറ്റാത്തൊരു വിഷയമാണ്. ഭാര്യ അവരുടെ പേര് അവരറിയപ്പെടാൻ വേണ്ടി ഭർത്താവിന്റെ പേര് ചേർത്ത് വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ ശറയിൽ അത് ഹറാമാണെന്നോ തെറ്റാണെന്നോ ഒരാൾക്കും ഫത്വ കൊടുക്കാൻ കഴിയില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പരലോകത്തെ ഹാജരാക്കുമ്പോൾ അള്ളാഹു വിളിക്കുന്ന പേര് വാപ്പയുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. അതൊരു വസ്തുതയാണ്, ശരിയാണ്. മഹ്ശറിൽ അങ്ങനെയാണ്.
ദുന്യാവിൽ ഒരാളിപ്പോൾ അങ്ങനെ ചേർത്ത് പറഞ്ഞു, സ്വന്തം കുടുംബത്തിന്റെ പേര് ചേർത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യയുടെ പേരിന്റെ കൂടെ ഭർത്താവിന്റെ പേര് ചേർത്ത് പറഞ്ഞു എന്നതുകൊണ്ടൊക്കെ ഒരു ശറഇന്റെ ഒരു വിധി അതുമായി ബന്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹു ആലം. അതിൽ പ്രയാസമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. ചില ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്, വിരോധമൊന്നുമില്ല. പള്ളിയുടെ മുകൾ നിലയിൽ മദ്രസയും സ്ത്രീകൾ ഉൾപ്പെടുത്തിയുള്ള മതപഠന ക്ലാസ് നടത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ പള്ളി വന്നു കഴിഞ്ഞാൽ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് പള്ളി എങ്കിൽ 7 ആകാശം വരെയും അത് പള്ളിയാണ്. അങ്ങനെ വരുമ്പോൾ പള്ളിയുടെ മേൽഭാഗം മദ്രസയായി നടത്തുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? വലിയ അശുദ്ധിയുള്ള ആളുകൾ, പെണ്ണുങ്ങളൊക്കെ അവിടെ അശുദ്ധിയുടെ സമയത്ത് അവർക്ക് കടക്കാൻ പറ്റില്ല. അത് മദ്രസയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനാബത്തുള്ള ആൾക്ക് കയറാൻ പറ്റില്ല. അത്തരം വിഷയങ്ങളുണ്ട്. നേരെ മറിച്ച് താഴെ മദ്രസയാണ്, മേലെ പള്ളിയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് പള്ളിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം. താഴെ പള്ളിയാണെങ്കിൽ മേലെ മൊത്തം പള്ളിയാണ്. അപ്പൊ ആ മദ്രസയാണെങ്കിൽ എഴുത്തിക്കാഫിന് നീയത്ത് വെച്ചാൽ കൂലി കിട്ടുന്ന സ്ഥലമാണത്. ഒരു പള്ളിയിലേക്കുള്ള ആദാബുകൾ മുഴുവനും അവിടെ പാലിക്കേണ്ടി വരും. അത് ശ്രദ്ധിക്കണം. അത്തരം സ്ഥലങ്ങളിൽ അങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. الحمدلله حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. ارحم الراحمين يا مالك الملوك يا الله ربه الله اللهم انا تبنا اليك وانبنا اليك واستغفرناك فاغفر لنا خطايانا كلها قليلها وكثيرها دقها وجلها علانيتها وخفيها يا رب العالمين. ارحم الراحمين يا ربه ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും നീ മാത്രം അറിയുന്നതും ഞങ്ങൾ മറന്നുപോയതുമായ എല്ലാ തരത്തിലുമുള്ള തെറ്റുകളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. എല്ലാം നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ജനങ്ങൾ മാപ്പ് തന്നില്ലെങ്കിലും നിനക്ക് മാപ്പ് തരാൻ കഴിയുമല്ലോ റബ്ബേ. ഞങ്ങളും നീയുമായുള്ള ഇടപാടുകളിൽ വന്ന തെറ്റുകൾ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. ഞങ്ങളും മനുഷ്യരുമായുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയി ഞങ്ങൾക്ക് പുറത്തു തരാനുള്ള മനസ്സ് നീ അവർക്ക് കൊടുക്കണേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഹക്കടപാടുകൾ വീട്ടാനുള്ള വഴി എളുപ്പമാക്കി തരണേ റബ്ബേ. കടബാധ്യതകൾ ഞങ്ങൾക്ക് വരുത്തി മരിക്കുന്ന നേരത്ത് കടക്കാരനായി മരിക്കുന്നൊരവസ്ഥ വരുത്തരുതേ തമ്പുരാനെ. റഹ്മാനായ മാലിക്കുൽ മുലൂഖായ അദീമായ ജബ്ബാറായ അല്ലാഹുവേ, നിന്റെ സംരക്ഷണം റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അത് പിശാചിൽ നിന്ന് നൽകണേ റബ്ബേ. തെറ്റുകളിലേക്ക് പോകാതെ നിന്റെ കാവൽ വേണം റഹ്മാനെ. ഞങ്ങളുടെ യാത്രയിലും അല്ലാത്തപ്പോഴും നിന്റെ കാവൽ വേണം തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളിലും കച്ചവടത്തിലും ജോലിയിലും ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ റൂഹിനും ശരീരത്തിനും എല്ലാം നിന്റെ കാവൽ വേണം തമ്പുരാനെ. اللهم إنا نستودعك ونستحفظك إيماننا ويقيننا وأموالنا وأولادنا وكل ما أعطيته لنا فإنه لا تضيع ودائعك يا الله. റബ്ബേ, നീ ഞങ്ങൾക്ക് തന്നതെല്ലാം നിന്നെ ഞങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളും കുടുംബവും മാതാപിതാക്കളും സമ്പത്തും കച്ചവടവും ജോലിയും ഞങ്ങളുടെ ഈമാനും അഖീദയും ഇൽമും ഞങ്ങളുടെ അമാലുകളും എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് പടച്ചവനെ. നിന്നെ ഏൽപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെട്ടു പോവില്ലല്ലോ അല്ലാഹുവേ. അല്ലാഹുമ്മ ഹഫ്ളനാ, നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ, രോഗങ്ങളാണ് റബ്ബേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, പേടിക്കുന്നത്. വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. അല്ലാഹുവേ, കിടന്ന കിടപ്പിലായി പോയി ബാക്കിയുള്ള ആളുകളെങ്കിലും ഞങ്ങളെ കാണുമ്പോൾ സഹതാപത്തോടുകൂടെ നോക്കുന്ന അത്രയും പ്രയാസമുള്ള അസുഖങ്ങളൊന്നും ഞങ്ങൾ ആർക്കും നീ തരരുതേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കല്ലേ റബ്ബേ. ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ആലിമ്യങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. ആരെല്ലാം അത്തരം വിഷമങ്ങളിലുണ്ടോ നീ അവർക്ക് വളരെ പെട്ടെന്ന് സലാമത്ത് കൊടുക്കണമേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഭീതിതമാകുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ശമനം കിട്ടൂല, ഇനി മരണമാണ്, എത്ര ചികിത്സിച്ചാലും ഇനി മരണത്തിലേ അവസാനിക്കൂ എന്ന് ജനങ്ങൾ സാധാരണഗതിയിൽ വിശ്വസിച്ചു പോരെന്ന് വിചാരിക്കുന്ന രോഗങ്ങൾ റബ്ബേ, നിന്റെ കയ്യിൽ എല്ലാറ്റിനും ശിഫയുണ്ടല്ലോ അല്ലാഹുവേ. ഞങ്ങൾക്ക് അത്തരം രോഗങ്ങളൊന്നും നീ തരല്ലേ അല്ലാഹ്. മക്കളിലോ മക്കളുടെ മക്കളിലോ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ കൂട്ടുകാരിലോ റബ്ബേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദീനിന്റെ പേരിൽ ഞങ്ങളെ ഓർക്കുന്ന അല്ലെങ്കിൽ ദുആയിൽ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ അല്ലാഹു, ഞങ്ങൾ ആർക്കും അല്ലാഹുവേ അല്ലാഹുവേ അത്തരം അപകടങ്ങളും വിഷമങ്ങളും തരരുതേ റബ്ബേ. അർഹമർ റഹീമായ അല്ലാഹുവേ അല്ലാഹു, ഞങ്ങളുടെ ഹൃദയം നീ നന്നാക്കി തരണമേ അല്ലാഹ്.